കഥ ഭർത്താവ് ഭാഗം 29. ഗോപിനാഥൻ കുറച്ചു സമയത്തേക്ക് ചലനമറ്റ മട്ടിൽ നിന്നുപോയി. ഇത്രയുമൊക്കെ സംഭവങ്ങൾ അവിടെ നടന്നിട്ടും ഏട്ടത്തി അത് നമ്മളെ ഫോണിൽ വിളിച്ചറിയിക്കാൻ പോലുമുള്ള മര്യാദ കാണിച്ചില്ലല്ലോ. അവർക്ക് അത്രയ്ക്ക് അന്യരായിപ്പോയോ നമ്മളൊക്കെ? അയാൾ ആവലാതിപ്പെടും പോലെ പറഞ്ഞു. നന്നായിപ്പോയി. എന്ത് പറഞ്ഞുകൊണ്ടാ അവർ ഗോപിയേട്ടനെ വിളിച്ച് പരാതി പറയുന്നത്? ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി കണ്ടുപിടിച്ച ചെറുക്കൻ അത്ര പോരടാ ഗോപി എന്നും പറഞ്ഞു. അതോ മരുമോൻ ചെക്കൻ ഇവിടെ കിടന്ന് വല്ലാത്ത ബഹളമുണ്ടാക്കി ഞങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വിളിക്കാൻ ഒരിത്തിരിയെങ്കിലും നാണം കാണില്ലേ സരോജിനി ചേച്ചിക്ക്? എന്നാലും ശ്രീലേഖയുടെ കാര്യമല്ലേ ചന്ദ്രികയെ, അവളെ നമ്മൾക്ക് അങ്ങനെ അങ്ങ് തഴിഞ്ഞു കളയാൻ പറ്റുമോ? അവൻ ചെയ്യുന്ന തോന്നിവാസങ്ങൾക്കൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ കുഞ്ഞല്ലേ, അല്ലാതെ ഏട്ടത്തിയല്ലല്ലോ. ആ ഒരൊറ്റ കാര്യത്തിലേ ഉള്ളൂ എനിക്കും സങ്കടം. സരോജിനി ചേച്ചിക്ക് എന്ത് സംഭവിച്ചാലും കുറഞ്ഞു പോയെന്നേ ഞാൻ പറയൂ. അതുപോലൊരു മുൾക്കിരീടം ആണല്ലോ സ്വന്തം മകളുടെ ശിരസിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നാലും ചന്ദ്രികെ, നമ്മൾ ഇതറിഞ്ഞ സ്ഥിതിക്ക് അയാൾക്ക് എന്തിനോ അവിടെ വരെയൊന്ന് പോകാനുള്ള മോഹമുണ്ടായി. അത് പക്ഷേ ഭാര്യയുടെ അനുവാദമില്ലാതെ സാധ്യമല്ല. അവിടെ ചെന്ന് ശ്രീലേഖയ്ക്ക് സങ്കടമൊന്നില്ലെന്നറിഞ്ഞാൽ മനസ്സിൻ്റെ എരിച്ചിൽ താനേ അടങ്ങിക്കുള്ളൂ. നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് എന്താ, അതവരുടെ കുടുംബ പ്രശ്നമാണേ ഗോപിയേട്ടാ. ഗോപിയേട്ടൻ സിമ്പതി തോന്നിയിട്ട് വെറുതെ അതിനിടയിൽ കൊണ്ടുപോയി തലയിടാൻ നിൽക്കല്ലേ. ഗോപിയേട്ടൻ അല്ലെങ്കിലും ലേഖയ്ക്ക് എന്തെങ്കിലും സങ്കടമുണ്ടായെന്ന് കേട്ടാൽ ഉടൻ അങ്ങോട്ട് ചാടിയിറങ്ങി ഓടാൻ നിൽക്കും. അതൊക്കെ മുൻപ്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ വേറെ കയ്യിലാണ്. അവിടെ ഇപ്പോൾ ഗോപിയേട്ടൻ്റെ ഒരാവശ്യവുമില്ല. അത് ഗോപിയേട്ടനേക്കാൾ നന്നായി അറിയാവുന്നത് സരോജിനി ചേച്ചിക്കാണ്. അതുകൊണ്ട് അവർ വീട്ടിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടും നമ്മളെ അറിയിക്കാതിരുന്നത്. ഗോപിനാഥൻ്റെ മുഖം കണ്ടാൽ അറിയാമായിരുന്നു അയാളുടെ മനസ്സ് അസ്വസ്ഥമായി കഴിഞ്ഞിട്ടുണ്ടെന്ന്. ഗോപിയേട്ടൻ കവലയിൽ പോകുന്നെങ്കിൽ പോയി കടയിൽ നിന്ന് കിട്ടാനുള്ള കാശ് വാങ്ങിച്ചും കൊണ്ട് വരാൻ നോക്ക്. നേരം സന്ധ്യയാകുന്നു. ഞാനിന്ന് അമ്പലത്തിൽ വെച്ച് ശ്രീമതിയെ കണ്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും ഈ കാര്യം അറിയുമായിരുന്നോ? ഇല്ലല്ലോ. ചന്ദ്രിക അവസാന തീരുമാനം എന്ന മട്ടിൽ പറഞ്ഞു. ഗോപിനാഥൻ ടോർച്ചെടുത്തും കൊണ്ട് വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഞായറാഴ്ചയാണ്. ശ്രീലേഖ അടുക്കളയിലേക്ക് വരുമ്പോൾ അവിടെ പച്ചക്കറി നുറുക്കിക്കൊണ്ട് നിൽക്കുന്ന സരോജിനിയമ്മക്കരികിൽ സുനിത നിൽപ്പുണ്ട്. അവളുടെ നിഴൽ പോലെ പിന്നിൽ ശ്രീകുട്ടനുമുണ്ട്. ശ്രീലേഖ ശ്യാംസുന്ദറിന് കുടിക്കാനുള്ള ചായയ്ക്ക് വെള്ളം തിളപ്പിക്കാൻ അടുപ്പിലേക്ക് വെച്ചു. ഇതെന്താ ഈ നേരത്തെ അടുക്കളയിൽ വന്ന് എല്ലാവരും കൂടി ഒരു വട്ടമേശ സമ്മേളനം? ഇവൾക്കിന്ന് ട്യൂഷനൊന്നും പോകണ്ടേ? ശ്രീലേഖ തിരിഞ്ഞു നോക്കാതെ തിരക്കി. ശ്യാമിനാണോ മോളെ ചായയ്ക്ക് വെള്ളം വെച്ചത്? സരോജിനിയമ്മ ചെയ്തും കൊണ്ടിരുന്ന ജോലി നിർത്തിയിട്ട് അവളുടെ അടുത്തേക്ക് വന്നു. അതെ, നിങ്ങളെല്ലാം ചായ കുടിച്ചോ അമ്മേ? ശ്രീലേഖ ചോദിച്ചു. നീ അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ ഇട്ടു തരാം. ശ്രീലേഖ എടുക്കും മുമ്പേ അവർ തേയില വെച്ചിരുന്ന ജാറെടുത്ത് കയ്യിൽ പിടിച്ചു. പിന്നെ തിളവന്ന വെള്ളത്തിലേക്ക് ചായപ്പൊടിയും പാലും ചേർത്തു. അമ്മ ചായ അരിച്ച് കപ്പിലേക്ക് പകർന്നെടുക്കുന്നതും ശ്രീലേഖ നോക്കി നിന്നു. ചായക്കപ്പ് ശ്രീലേഖയ്ക്ക് കൈമാറുന്നതിനിടയിൽ അവർ തിരക്കി. മോളെ, നിൻ്റെ കയ്യിൽ കാശ് വല്ലതും ഇരിപ്പുണ്ടോ കുഞ്ഞെ? കാശോ? എന്തിനാ അമ്മേ? എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ ശ്യാമേട്ടൻ ടൗണിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരും. സാധനമൊന്നും വാങ്ങിക്കാനല്ല മോളെ, സുനിതയ്ക്ക് ട്യൂഷൻ ഫീസ് കൊടുക്കണം. ശ്രീകുട്ടന് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. അമ്മത് ഇപ്പോഴാണ് പറയുന്നത്? ഇന്ന് 7-ാം തീയതി ആയില്ലേ? 2-നോ 3-നോ അവർ ഫീസ് കൃത്യമായി കൊടുത്തും കൊണ്ടിരുന്നതല്ലേ. ഫീസ് മാത്രം പോരല്ലോ, അവർക്ക് കൺസെഷൻ കാർഡ് എടുക്കണ്ടേ? അതും വേണം. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എൻ്റെ കയ്യിൽ തികയില്ലെങ്കിൽ ശ്യാമേട്ടൻ തരും. ശ്രീലേഖ ഭർത്താവിനുള്ള ചായയുമായി റൂമിലേക്ക് ചെല്ലുമ്പോൾ ശ്യാംസുന്ദർ കുളി കഴിഞ്ഞുവന്ന് മുടി ചീയും കൊണ്ട് നിൽക്കുകയാണ്. അവൾ അവനുള്ള ചായ മുമ്പിലേക്ക് മേശപ്പുറത്തേക്ക് വെച്ച ശേഷം തൻ്റെ ബാഗ് തുറന്ന് കാശ് വയ്ക്കുന്ന ഇടം തിരഞ്ഞു.
ഒരു 500 രൂപയും 2 100-ൻ്റെ നോട്ടുകളും ഒരു 50 രൂപയും അവൾക്ക് അതിൽ നിന്നും കിട്ടി. ഇത് ശ്രീകുട്ടൻ്റെ ട്യൂഷൻ ഫീസ് കൊടുക്കാൻ മാത്രമേ തികയൂ എന്ന് തോന്നിയിട്ട് അവൾ ബാഗിനകം ഒന്നുകൂടി പരിശോധിച്ചു. ആ ബാഗിനുള്ളിൽ എന്താ ലേഖ? ഏതെങ്കിലും വന്യജീവി കയറി ഒളിച്ചിരിപ്പുണ്ടോ? കുറേ നേരമായല്ലോ നീ അതിട്ട് തട്ടിക്കുടയുന്നു. ശ്യാംസുന്ദർ അവളുടെ അടുത്തേക്ക് വന്നു. ശ്യാമേട്ടൻ ചായ എടുത്ത് കുടിക്ക്, അതവിടെ ഇരുന്ന് തണുത്തു പോകും. ശ്രീലേഖ ചായക്കപ്പിന് നേർക്ക് വിരൽ ചൂണ്ടി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ലേഖയെ, എനിക്ക് ചായയോ വെള്ളമോ ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്ന്. ആ പശുത്തൊഴുത്തിലെ നാറ്റം കാരണം ഒരു ഗ്ലാസ് വെള്ളം പോലും ഈ റൂമിലിരുന്ന് കുടിക്കാൻ വയ്യ. അവൻ ചായക്കപ്പ് കയ്യിലെടുത്തെങ്കിലും ഒരു കവിൾ പോലും കുടിച്ചില്ല. പിന്നെ പോ ശ്യാമേട്ടാ, ഞാനും ഈ റൂമിലല്ലേ കഴിയുന്നത്. എനിക്ക് ഇതേവരെ അങ്ങനൊരു സ്മെൽ വന്നിട്ടേ ഇല്ല. അല്ലെങ്കിൽ തന്നെ അമ്മ നേരം വെളുക്കും മുമ്പ് തൊഴുത്ത് മുഴുവൻ കഴുകി വൃത്തിയാക്കി ലോഷൻ തെളിക്കുന്നതാ. എത്ര കഴുകിയാലും അതിൻ്റെ നാറ്റം അവിടെ തന്നെ കാണില്ലേടി. തൽക്കാലം ശ്യാമേട്ടൻ ഒരു കാര്യം ചെയ്യേ, എനിക്കൊരു 1000 രൂപ താ. 1000 രൂപയോ? അതും കൊണ്ട് നീ എവിടെ പോകുന്നു? അയൽപക്കത്തെങ്ങാനും കല്യാണം നടക്കുന്നുണ്ടോ? കല്യാണമുണ്ട്, അത് നാളെയാ കഴിഞ്ഞാൽ. ഇത് സുനിതയ്ക്ക് ട്യൂഷൻ ഫീസ് കൊടുക്കാനാ. കൺസെഷൻ കാർഡും എടുക്കണം. ഇതേ മേശപ്പുറത്തിരിക്കുന്ന എടുത്തോ. അവൻ തൻ്റെ പേഴ്സ് കാണിച്ചു കൊടുത്തു. ശ്യാമേട്ടൻ എടുത്തതാ, വേണേൽ എടുക്കടി കൊഞ്ചാതെ. എനിക്കിപ്പോൾ സൗകര്യമില്ല. ശ്രീലേഖ അവൻ്റെ പേഴ്സ് എടുത്ത് തുറന്ന് അതിൽ നിന്ന് 3 500-ൻ്റെ നോട്ടുകളെടുത്ത് അവനെ കാട്ടി. ആഹാ, 3 500 ചേരുന്നതാണോടി 1000? നിന്നെ കണക്ക് പഠിപ്പിച്ച മാഷാരടി. അവൻ അവളുടെ കയ്യിൽ നിന്ന് പേഴ്സ് വാങ്ങിച്ചെടുത്തിട്ട് അതിൽ നിന്ന് 10 500-ൻ്റെ നോട്ടുകൾ കൂടി എടുത്ത് അവളെ ഏൽപ്പിച്ചു. പാൽ, പത്രം, കറണ്ട് ബില്ല് എല്ലാമില്ലേ, പിന്നെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടേ, വച്ചോ. അവൾ ആ പൈസ വാങ്ങി കയ്യിൽ വെച്ച ഉടനെ മേശപ്പുറത്തിരുന്ന ശ്യാമിൻ്റെ മൊബൈൽ ബെല്ലടിച്ചു. ശ്രീലേഖ നിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോൾ രാജൻ കോളിംഗ് എന്ന് തെളിഞ്ഞു കണ്ടു. ശ്യാംസുന്ദർ അവളെ ഒന്ന് നോക്കിയ ശേഷം സെറ്റിൽ ഇയർഫോൺ പിടിപ്പിച്ചു കാതിൽ വെച്ചു. ശ്രീലേഖ പുറത്തേക്ക് പോയി എന്നുറപ്പായി കഴിഞ്ഞപ്പോൾ അവൻ തിരക്കി. എന്താടി ശ്യാമ, ഒന്ന് വരുമോ ഇവിടേക്ക്? ഞാനിപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്, രാജി പറഞ്ഞു. അവിടെ എന്താടി, പെട്ടെന്ന് പറയണം. അമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണു, കാലിന് ഒടിവുണ്ട്, കമ്പി വേണമെന്നൊക്കെ അവർ പറയുന്നു. ഓപ്പറേഷൻ വേണമെങ്കിൽ വേറെ ഹോസ്പിറ്റൽ നോക്കാനാ അവർ പറയുന്നത്, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന് പോകേണ്ടി വരുമെന്ന്. എനിക്കൊന്നും അറിയില്ല. ശ്യാം ഇവിടെ വരെ ഒന്ന് വരുമോ? ഇവിടെ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല ശ്യാമേ. ശ്യാമിന് അറിയാമല്ലോ എൻ്റെ അവസ്ഥ. അവൾ കരയുകയാണെന്ന് അവന് തോന്നി. ഞാൻ വീട്ടിലാണല്ലോടി, നീ ആരെങ്കിലും വിളിക്കാൻ നോക്ക്, ഇവിടെ ആളുണ്ട്. ഞാൻ വിളിച്ചാൽ സഹായത്തിന് ആരും വരില്ല ശ്യാമേ. അമ്മയെ ഓട്ടോയിൽ കയറ്റാൻ സഹായിക്കാൻ പോലും അയൽക്കാർ ആരും വന്നതല്ല. ഞാനും ആ ഓട്ടോക്കാരനും കൂടിയാ ബുദ്ധിമുട്ടി അമ്മയെ ഇവിടെ എത്തിച്ചത്. ശരി ശരി, നീ ഫോൺ വെച്ചോ, ഞാൻ നോക്കട്ടെ. ശ്രീലേഖ വരുന്നത് കണ്ടതോടെ അവൻ കോൾ കട്ട് ചെയ്തു. ശ്യാമേട്ടൻ വാ, കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ശ്രീലേഖ അവൻ്റെ അവിടത്തേക്ക് വന്നു. എനിക്ക് വേണ്ട, നീ കഴിച്ചോ, എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകാനുണ്ട്. എവിടെ ശ്യാമേട്ടാ? ശ്യാമേട്ടൻ ചായയും കുടിച്ചില്ലല്ലോ. മേശപ്പുറത്തിരുന്ന ചായ തണുത്ത് തുടങ്ങിയിരുന്നു. ഹോസ്പിറ്റലിലേക്കാ, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. ഏത് ഹോസ്പിറ്റലിലാണ് ശ്യാമേട്ടാ? താൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലാണെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്യാമല്ലോ എന്ന് കരുതി അവൾ തിരക്കി. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അവൻ അവളെ ശ്രദ്ധിക്കാതെ ബൈക്കിൻ്റെ ചാവിയും എടുത്ത് പുറത്തേക്ക് പോയി. അല്പസമയത്തിനകം ബൈക്ക് സ്റ്റാർട്ടാക്കി പുറത്തേക്ക് പോകുന്ന ഒച്ച അവൾ കേട്ടു. കവലയിൽ കട നടത്തുന്ന കുമാരിയുടെ മകൻ്റെ വിവാഹമാണ്. 20 കിലോമീറ്റർ അപ്പുറത്തുള്ള കോഴഞ്ചേരിയിൽ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കെട്ട്.
അവിടെയാണ് പെണ്ണിൻ്റെ വീട്. കല്യാണത്തിന് ആദ്യം ശ്രീലേഖ പോകാമെന്നാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും അവസാനം സരോജിനിയമ്മ പോയാൽ മതിയെന്ന് അവർ ഉറപ്പിച്ചു. അതിൻ പ്രകാരം അവർ രാവിലെ പൂവാലിയെ പുറത്ത് മാറ്റിക്കെട്ടിയിട്ട് വെള്ളവും പുല്ലും വൈക്കോലുമൊക്കെ കൊടുത്തു. താഴെ റബ്ബർ തോട്ടത്തിൽ കൊണ്ടുപോയി കെട്ടിയിടാൻ ഇടയ്ക്കിടെ പോയി നോക്കാൻ ആളില്ലല്ലോ. വീട്ടിൽ പോരാത്തതിന് മാസം തികഞ്ഞ് നിൽക്കുകയുമാണ്. 11 മണിക്കാണ് മുഹൂർത്തം. അതുകൊണ്ട് തന്നെ 10 മണിക്ക് മുമ്പേ തന്നെ എല്ലാവരും പുറപ്പെട്ടു പോയി. അമ്മ വരാൻ ഇനി ഉച്ചയാകുമെന്ന് ശ്രീലേഖയ്ക്കറിയാം. അവൾ കുറച്ചു നേരം TV കണ്ടിരുന്ന ശേഷം കുളിക്കാനായി പോയി. കുളി കഴിഞ്ഞ് തോർത്തിയും കൊണ്ട് നിൽക്കെ ശ്രീലേഖയ്ക്ക് തോന്നി പൂവാലി വല്ലാത്തൊരു ശബ്ദത്തിൽ നിലവിളിച്ചു എന്ന്. അവൾ അവിടെ നിന്നുകൊണ്ട് ഒന്നുകൂടി ശ്രദ്ധിച്ചു. അപരിചിതരെ കണ്ടതുപോലെ പശുവിൻ്റെ പേടിച്ചുള്ള നിലവിളി ശ്രീലേഖ വീണ്ടും കേട്ടു. നിറചനയായി നിൽക്കുന്ന പയ്യാണല്ലോ എന്നോർക്കെ അവളുടെ ആദി കൂടി. അവൾ പെട്ടെന്ന് തലയിൽ കെട്ടിയിരുന്ന തോർത്തഴിച്ച് മുടിയൊപ്പിയിട്ട് ഹൗസ് കോട്ട് എടുത്തു ധരിച്ചും കൊണ്ട് വന്ന് മുൻവാതിൽ തുറന്നു. ശ്രീലേഖ പുറത്തേക്ക് വരുമ്പോൾ തലയിൽ വട്ടക്കെട്ടുള്ള കൊമ്പൻ മീശയുള്ള ഒരാൾ തെങ്ങിൽ നിന്നും പൂവാലിയുടെ കയർ അഴിച്ചെടുക്കാൻ ശ്രമിച്ചും കൊണ്ട് നിൽക്കുകയാണ്. നിങ്ങളാരാ? എന്താ ഈ കാണിക്കുന്നത്? അവൾ ഓടി അയാളുടെ സമീപത്തേക്ക് വന്നു. അങ്ങനെ തന്നെ നിന്നും കൊണ്ട് അയാൾ ശ്രീലേഖയെ നോക്കി. ഞാൻ അജ്മൽ, കാലി കച്ചവടക്കാരനാ. എന്താ? അയാൾ ചോദിച്ചു. എന്താണെന്നാ? വല്ലവൻ്റെയും മുറ്റത്ത് നിൽക്കുന്ന പയ്യനെ ആരും കാണാതെ അഴിച്ചുകൊണ്ട് പോകാൻ നോക്കിയിട്ട് എന്താ പോലും കൊള്ളാമല്ലോ നിങ്ങൾ. ആര് പറഞ്ഞു നിങ്ങളോട് ഇതിനെ ആരും കാണാതെ അഴിച്ചുകൊണ്ട് പോകുവാണെന്ന്? ഇതിൻ്റെ ഉടമ ഇതിന് ഞങ്ങൾക്ക് വിറ്റതാ. രൂപ 70,000 എണ്ണിക്കൊടുത്തതാ കൊച്ചേ, ഈ എല്ലിൻ കൂടിന്. നിങ്ങൾക്ക് വീട് മാറിപ്പോയതാ. ഇതിനെ ഞങ്ങൾക്ക് ആർക്കും വിറ്റിട്ടില്ല. ഇതെൻ്റെ അമ്മയുടെ പശുവാ. ഞങ്ങളിതിനെ കൊടുക്കുന്നില്ല. നിങ്ങൾ പോയേ. പോകാനോ? വല്ലവൻ്റെയും കാശ് വാങ്ങിച്ചെണ്ണി പോക്കറ്റ് വെച്ചിട്ട് ഇപ്പോൾ കാലിയെ തരില്ലെന്നോ? അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അജ്മലിനോട് വേണ്ട. അജ്മൽ ഇത് കുറേ കണ്ടിട്ടുള്ളതാ. നിങ്ങൾ ഇറങ്ങിപ്പോകുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കുന്നോ? വല്ലവൻ്റെയും മുതൽ മോഷ്ടിച്ച് തിന്നാൻ നടക്കാതെ പോയി മേലനങ്ങി ജീവിക്കടോ. ഇനി എൻ്റെ പശുവിൻ്റെ കയറിൽ താൻ തൊട്ടാൽ ആ നിമിഷം ഞാനിവിടെ പോലീസിനെ വിളിച്ചു വരുത്തും. എന്നാൽ വിളിക്കടി നീ. പോലീസിനെയോ പട്ടാളത്തിനെയോ ആരെയെന്ന് വെച്ചാൽ വിളിച്ച് വരുത്ത്. അവരിത് വാങ്ങിച്ചു തരട്ടെ നിൻ്റെ കയ്യിൽ നിന്നും കാശ്. തൻ്റെ കാശ് ആര് വാങ്ങിച്ചിടോ? താൻ ആർക്കെങ്കിലും കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് പോയി വാങ്ങിക്ക്. കാശ് വല്ലവനും കൊണ്ട് കാശ് കൊടുത്തിട്ട് ഇവിടെ വന്ന് പശുവിനെ അയച്ചുകൊണ്ട് പോകുന്നു. വല്ലവനും ഒന്നുമല്ല, ഈ വീട്ടുകാരൻ തന്നെ കാശ് വാങ്ങിച്ച്. സംശയമുണ്ടെങ്കിൽ ദേ വരുന്നു, ചെന്ന് ചോദിക്ക്. അയാൾ വഴിയിലേക്ക് കൈ ചൂണ്ടി. ശ്യാംസുന്ദർ മറ്റൊരാളുമായി സംസാരിച്ചും കൊണ്ട് മുറ്റത്തേക്ക് നടന്നു വരുന്നത് ശ്രീലേഖ കണ്ടു. അതിനേക്കാൾ അവളെ അമ്പരിപ്പിച്ചത് മറ്റൊരു കാഴ്ചയാണ്. ഒരു പിക്കപ്പ് വാൻ മുൻപിലേക്ക് തിരിച്ചിട്ടിരിക്കുന്നു. അതിൻ്റെ പിൻഡോർ തുറന്ന് പൂവാലിക്ക് കയറാനായി പ്ലാറ്റ്ഫോമിൽ നിന്ന് നിലത്തുമുട്ടുന്ന രീതിയിൽ ചെരിച്ച് പലകകൾ നിരത്തിയിരിക്കുന്നു. ശ്യാംസുന്ദറും കൂടെയുള്ള ആളും നടന്ന് അവർക്ക് മുമ്പിൽ വന്നു നിന്നു. എന്താ അജ്മലെ, കയറടിച്ചെടുക്കാൻ പറ്റുന്നില്ലേ? അയക്കാൻ പറ്റുന്നില്ലെങ്കിൽ അറുത്തെടുത്തോ. വേറൊരു കയർ വാങ്ങിച്ചാൽ പോരെ? ശ്യാംസുന്ദർ തിരിഞ്ഞു ശ്രീലേഖയെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ ചോരത്തിളക്കമുണ്ടെന്ന് അവൾക്ക് തോന്നി. തുടരും കഥയുടെ അടുത്ത ഭാഗം.